സരയൂ നദിയുടെ തീരത്ത് പർണശാലകളും ഹോമകുണ്ഡങ്ങളും ഒരുങ്ങുകയാണ്. 100 ഏക്കറിൽ ഒരു കൂടാര നഗരം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. 21,000 പൂജാരിമാർ പങ്കെടുക്കുന്ന മഹായാഗമാണ് നടക്കുക. അയോധ്യയിലെത്തിയാൽ നമുക്ക് ഒരുപാട് കൗതുകകരമാർന്ന വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അതിലൊന്നാണ് ഈ കാണുന്ന ഈ സരയൂ നദി കരയിൽ ഒരുങ്ങുന്ന 108 യജ്ഞകുണ്ഡങ്ങളും 1008 ശിവലിംഗാലയങ്ങളും. അവിടെ താമസിക്കാൻ വരുന്ന സ്വാമിമാരാണ്. അവർ പ്രത്യേക തരത്തിലാണ് അവരുടെ ഓരോ ചടങ്ങുകളും മറ്റും. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. हम लोग खारचोक श्री हनुमान मंदिर बद्रीनाथ धाम, वहाँ सारी टीम हमारी वहीं की है कि 550 वर्षों के बाद ये मौका मिला, ये बहुत बड़ी बात है। हमारे बच्चे छोटे छोटे 500 वर्षों से यही सुनते आ रहे थे कि मंदिर टूटा, मंदिर टूटते हुए देखा, जब दुनिया भर की इसी प्रकार की बातें। लेकिन आज सौभाग्य प्राप्त हो रहा है उन बच्चों को भी, उन पूरी जितने भी लोग संसार में आज विराजमान हैं, सब मंदिर को बनते हुए देख रहे हैं। संकट मोचन कृपा निधान, संकट मोचन कृपा निधान। പ്രതിഷ്ഠാ ദിവസം ഇവിടെ തമ്പടിക്കുന്ന നിരവധി സ്വാമിമാരുണ്ട്. അവർക്ക് തങ്ങളുടെ യജ്ഞം നടത്താനുള്ള പ്രത്യേക ഈ യജ്ഞകുണ്ഡങ്ങളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 108 യജ്ഞകുണ്ഡങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. 1008 ശിവലിംഗാലയങ്ങളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു അയോധ്യ എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് സന്യാസിമാർ ഇവിടെ എത്തും. അവരുടെ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് ഇവിടത്തേക്ക് ക്ഷണമുണ്ട്. സരയൂ നദിയുടെ തീരത്ത് 1008 ശിവലിംഗങ്ങൾ പൂജിക്കും. തുടർന്ന് നിമഞ്ജനം ചെയ്യും. നർമ്മദാ നദിയിൽ നിന്നുള്ള കല്ലുകളിൽ തീർത്തവയാണ് ശിവലിംഗങ്ങൾ. സൂറത്തിൽ നിന്നുള്ള വ്യാപാരികൾ നൽകുന്നത് 31,500 കിലോഗ്രാം നെയ്യ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണത്താൽ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യ. श्री राम तुम्हारे चरणों में. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. രഞ്ജിത്ത് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അയോധ്യയിൽ നിന്ന് പങ്കുവയ്ക്കും. രഞ്ജിത്ത്, ഞങ്ങളിങ്ങനെ ഈ സരയൂ നദീ തീരത്തുള്ള ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയധികം ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കുകയായിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം അയോധ്യയിൽ? ഇന്നലെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. വലിയ തണുപ്പായിരുന്നു. ഇന്നത്തെ ഒരു കാലാവസ്ഥ കൂടി പങ്കുവെക്കാം അയോധ്യയിൽ നിന്ന്. രഞ്ജിനി, വലിയ തണുപ്പാണ്. നമ്മളിപ്പോൾ രാവിലെ ഒരു 1/4 മണിക്കൂറായിട്ട് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാഠിന്യമേറിയ തണുപ്പ്. കാരണം നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പോലും പറയുന്നത് ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്നത് മഞ്ഞും അനുഭവപ്പെടുന്ന അയോധ്യയിലാണ്. സാധാരണ ഈ സമയത്ത് അത്രത്തോളം മഞ്ഞും തണുപ്പും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല അയോധ്യ. പക്ഷെ ഇത്തവണ ഇത് വലിയ കാഠിന്യമേറിയ ഒന്നാണ്. പലപ്പോഴും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കാഠിന്യമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ അവഗണിച്ചും ഈ രാമഭക്തരുടെ വലിയൊരു ഒഴുക്ക് ഈ പ്രദേശത്തേക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ 6 മുതൽ 11:30 വരെ ആണ് ഇവിടെ ദർശന സമയം. അതിനുശേഷം 11:30 മണിക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ അമ്പലം അടയ്ക്കും. പിന്നീട് 2 മണിക്കാണ് പ്രവേശനം എന്നുള്ളതാണ്. അതിനുശേഷം 7 മണി വരെയാണ് ദർശനത്തിനുള്ള സമയം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഈ രാമനെ കാണാനായി വന്ന ആളുകളുടെ കൂട്ടമാണ്. 100-200 പേരായി ഒരുമിച്ച് വരുന്നു. 20-30 പേരായി ഒരുമിച്ച് വരുന്നു. സംഘങ്ങളായി വരുന്നു, ദർശനം നടത്തുന്നു, മടങ്ങുന്നു. അങ്ങനെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. कहाँ से आता है भैया? कहाँ से? अयोध्या में ही है फिलहाल. कैसा लगता है? पूरा बहुत आदमी आता है. हाँ, काफी पहले दिक्कत होती थी, अब सारी सुविधाएं हो गई हैं. आप आराम से जा सकते, दर्शन कर सकते हैं. और सभी की जो भावनाएं जुड़ी होती, लोग आने से कतराते थे. सब लोग जैसे पूरे देश भर में उत्साहित हैं, फोन करके पूछ रहे हैं कि कैसे आए, क्या है, क्या हो रहा है, क्या नहीं हो रहा है. तो बहुत अच्छा लग रहा है. और यहाँ सभी तरीके से, सभी दृष्टिकोण से मतलब सुविधाओं का ध्यान करके जो है जन्मभूमि. मौसम इतना बहुत बड़ा ठंडा है. हाँ, मौसम ठंडा है, लेकिन इसी मौसम में लोग मकर संक्रांति का त्योहार मनाते हैं हिंदू लोग, और गंगा स्नान करते हैं.
आप कलकत्ता में देखिए गंगा सागर चल रहा है, वहाँ इलाहाबाद प्रयागराज में मकर संक्रांति का स्नान चल रहा है। तो अपने हिंदू में इस समय जो है नहाने का जो है सूर्योत्तरायण होते हैं, तो उत्सव मनाने का ये पर्व शुरू हो जाता है 14 जनवरी के बाद से। अयोध्या में बहुत डेवलपमेंट भी हो रहा है इस टाइम। बहुत हो रहा है, सड़कें चौड़ी हो रही हैं, पार्क हो रहे हैं, आने जाने की सुविधाओं का ध्यान हो रहा है। अंतर्राष्ट्रीय देखिए हवाई अड्डा हो गया, रेलवे स्टेशन को देखिए 3 प्लेटफॉर्म से 6 हो गया और काफी भव्य बन गया। और उसके साथ साथ देखिए कि लगभग 100 ट्रेनें, मतलब मेन लूप लाइन से इसको जोड़ा जा रहा है। पहले ऐसा नहीं था, यहाँ पर अच्छे स्टेशनों का हाल्ट नहीं था, मतलब अच्छे जो रेलवे थे। यहाँ तक कि दक्षिण भारत से जो अच्छी जगह है तीर्थ स्थान से सबसे जोड़ा जा रहा है, जो कि पहले। താങ്ക് യു. അത് ഈ അയോധ്യ, ജയ് ശ്രീറാം, അയോധ്യവാസിയായ ഒരാളാണ് അദ്ദേഹം. ഈ ഇവിടുത്തെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് അയോധ്യയിലെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, 11:30 മണിക്ക് അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് പൊതുജനങ്ങൾക്ക് 11:30 അമ്പലം അടയ്ക്കും, പ്രവേശനമില്ല. അവർ ഈ ജനങ്ങളെയൊക്കെ പുറത്തിറക്കിയ ശേഷമായിരിക്കും യോഗി എത്തുക, വിലയിരുത്തലുകൾ നടത്തുക, തൊഴുക. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗം അദ്ദേഹം ഇവിടെ വിളിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഒപ്പം നമുക്കറിയാം ഏതാണ്ട് 2200 അതിഥികൾ, 4000-ഓളം പുരോഹിതരടക്കം 2200 അതിഥികൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. കാശി വിശ്വനാഥ്, വൈഷ്ണവദേവി, മത ഭരണഘടനാ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുണ്ട്. ആത്മീയ നേതാവ് ദലൈലാമ, യോഗ ഗുരു ബാബ രാംദേവ്, മാതാ അമൃതാനന്ദമയി, സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അരുൺ ഗോവിൽ, സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ, മുകേഷ് അംബാനി, പ്രമുഖ വ്യവസായ മുകേഷ് അംബാനി, അനിൽ അംബാനി അടക്കം നിരവധി ആളുകളെ വിഐപികളായി 22-ാം തീയതി ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. 16-ന് ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജ ആരംഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ജനുവരി 16-ന് ആരംഭിച്ച് 22 വരെ തുടരും. പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം ജനുവരി 24 മുതൽ 48 ദിവസത്തേക്ക് ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മണ്ഡല പൂജ നടക്കും എന്നുള്ളതാണ്. ജനുവരി 23-നാണ് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക. അതിഥികൾക്കായി അയോധ്യയിൽ 300-ലധികം സ്ഥലങ്ങൾ ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുകൂടാതെ വിവിധ മഠങ്ങളും ക്ഷേത്രങ്ങളും വീട്ടുകാരും ചേർന്ന് 600 മുറികൾ വേറെ സജ്ജമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ലോകം കാത്തിരിക്കുന്ന, ലോക ശ്രദ്ധ ആർജിച്ച ഈ ചടങ്ങിന് അനുയോജ്യമായ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. 21 വരെയാകും, ഒരുപക്ഷെ 21-ന് മുൻപ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം എന്ന് പറയുന്നുണ്ട്. 21 വരെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഭക്തർക്ക്, അതായത് പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം ഉണ്ടാകും. അതിനുശേഷം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 22-ന് ആർക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരുപക്ഷെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി തരികയായിരിക്കും പുറത്തെവിടെയെങ്കിലും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും നമുക്കൊന്നും ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. മാധ്യമപ്രവർത്തകരായിട്ട്, ഭക്തരായിട്ട് നമുക്ക് കയറാം. അവിടെ ക്യാമറയും വാച്ചും നേരത്തെ പറഞ്ഞതുപോലെ ബെൽറ്റും മൊബൈൽ ഫോണും ഒക്കെ പുറത്തു വെച്ച് വേണം പോകാൻ. അത്രത്തോളം കനത്ത സുരക്ഷയും ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തി വലിയ തോതിലാണ് ഇവിടെ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അദ്ദേഹം വ്രതാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 9 ദിവസം, ഇനി 8 ദിവസം കൂടിയാണ് അദ്ദേഹം വ്രതത്തിലായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രാൺ പ്രതിഷ്ഠ യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ വരുന്ന ഭക്തലക്ഷങ്ങൾക്ക്, രാമനെ സ്നേഹിക്കുന്നവർക്ക്, ഭജിക്കുന്നവർക്ക് അതൊരു വലിയ പുണ്യ ദിവസമായി മാറുകയാണ്. രഞ്ജിനി, അതാണ് അയോധ്യയിലെ സാഹചര്യം. രഞ്ജിത്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.